തഴവ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യുവാവിന് വീട് നിർമ്മിച്ച് നൽകി. 5-ാം വാർഡിലെ പ്രകാശനാണ് വീട് നിർമ്മിച്ച് നൽകിയത്. ഞങ്ങൾ പ്രവർത്തകർ ഞങ്ങളവിടെ വോട്ട് ചോദിക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ പ്രകാശണ്ണൻ്റെ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടത്. ഒരു ചെറിയൊരു ഷെഡിനകത്തായിരുന്നു ആൾ കിടന്നത്. അന്നേ നമ്മൾ തീരുമാനിച്ചതാണ് നമുക്ക് ഈ പറയുന്ന പ്രകാശണ്ണനൊരു ഷെഡ് മാറ്റിയിട്ട് നല്ലൊരു വീട്, കിടക്കാനുള്ളൊരു വീട്, വലിയ രീതിയിലെങ്കിലും ഒരു കിടക്കാനുള്ളൊരു വീടാക്കി കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇനിയൊരു അടുക്കളയും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുത്ത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തഴവ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ബിന്ദു ഘോഷും സഹപ്രവർത്തകരും വോട്ട് ചോദിച്ചെത്തിയപ്പോൾ 5-ാം വാർഡിലെ പനമ്പാത്തറ വീട്ടിൽ പ്രകാശിന്റെ ദുരവസ്ഥ കാണുകയായിരുന്നു. കരിച്ചാക്ക വലിച്ചുകെട്ടി അതിനു താഴെയായിരുന്നു പ്രകാശ് താമസിച്ചിരുന്നത്. വിജയിച്ചാൽ വീട് നിർമ്മിച്ചു നൽകാം എന്ന് അന്ന് വാഗ്ദാനം നൽകി. ഈ വാഗ്ദാനമാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടത്. Q160 നമ്പർ തഴവ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി അനിൽകുമാർ വീടിന്റെ പാലുകാച്ചിനോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു ഘോഷ് പാൽകാച്ചൽ കർമ്മം നടത്തി. മേലൂട്ട് പ്രസന്നകുമാർ, പഞ്ചായത്ത് അംഗം സെലീന തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകാശ് പനമ്പാത്തറ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കാവിൻ്റെ മുറ്റത്തും ആ പരിസര പ്രദേശങ്ങളിൽ കിടന്നാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏതൊരു പരിപാടിക്കും ഞങ്ങളുടെ കൂടെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചായിരുന്നു ഇവന് ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത്. പക്ഷേ പല സാങ്കേതിക ബുദ്ധിമുട്ടുകളും അവിടെ കുടുംബപരമായ ചില കാരണങ്ങളാലും അവനങ്ങനെ ഒരു വീട് കൊച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച പഞ്ചായത്ത് മെമ്പർ ദീപ ഘോഷ് ജയിക്കുകയും ഞങ്ങൾ അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുകയും എത്രയും പെട്ടെന്ന് ദീപാ ഘോഷിൻ്റെ ആദ്യത്തെ വാഗ്ദാനത്തിൽ ഒരെണ്ണം ഇതാകട്ടെ എന്ന് വിചാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന് തന്നെ പറയണം, ഞങ്ങൾ പ്രവർത്തകർ 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകർ ഒന്നായി ഒരുമിച്ച് പ്രവർത്തിച്ച് ഇങ്ങനെ ഒരു കിടപ്പാടം, ഒരു വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തഴവ.